ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ICT-ത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റായ പവർ ഓഫ് ത്രീനെ കുറിച്ചാണ്. വാട്ട് ഈസ് ICT പവർ ഓഫ് ത്രീ ഓർ PO3 എന്ന് പറയുന്നത്? ഓക്കെ, മാർക്കറ്റിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്ന് വെച്ചാൽ നമ്മൾ അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, എങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എൻട്രി എടുക്കും, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കും, എവിടെ ടാർഗറ്റ് വെക്കും എന്നുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. സോ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആവാൻ നിങ്ങൾക്ക് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയ പോലെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഡോണ്ട് വറി, നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാം. നോക്കാം. ഓക്കെ, നമ്മൾ ഒരു ബിയറിഷ് എക്സാമ്പിളാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരു ബിയറിഷ് ദിവസം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റെഡ് ക്യാൻഡിൽ തുടങ്ങുകയാണെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലൈൻ ചാർട്ടിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാൻ പോണത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് പവർ ഓഫ് ത്രീ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ഓക്കെ, മാർക്കറ്റ് ഇനീഷ്യലി ഒരു ബിയറിഷ് ദിവസം മാർക്കറ്റ് ആദ്യം ഇനീഷ്യലി തുടങ്ങുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് ആയിരിക്കും. ആൻഡ് ദെൻ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യും. എങ്ങോട്ടാണ് മാനിപ്പുലേറ്റ് ചെയ്യുക? മാർക്കറ്റ് ഡൗണിക്ക് വരുന്ന ഒരു ദിവസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് വരുന്ന ഒരു ദിവസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോകും. ഇനീഷ്യലി മാർക്കറ്റ് ബുള്ളിഷിലേക്ക് മാർക്കറ്റ് പോയിട്ട് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യും. ആൻഡ് ദെൻ മാർക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. മാനിപ്പുലേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ മാർക്കറ്റിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പെൻഡിങ് ഓർഡേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇനീഷ്യലി മാർക്കറ്റിന് ഓർഡേഴ്സ് വേണം. ആ ഒരു ഓർഡേഴ്സിന് വേണ്ടിയിട്ട് മാർക്കറ്റ് അത്ര വോള്യൂം ഉണ്ടാവില്ല. ഇനീഷ്യലി മാർക്കറ്റ് തന്നെ ഡൗണിക്ക് വരണം എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഓർഡേഴ്സ് ഉണ്ടാവില്ല, അവർക്ക് വേണ്ട ഫ്യൂവൽ ഉണ്ടാവില്ല, ലിക്വിഡിറ്റി ഉണ്ടാവില്ല മാർക്കറ്റിൽ. അപ്പോൾ മാർക്കറ്റിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആൾക്കാരിനെ മാനിപ്പുലേറ്റ് ചെയ്യും. മാർക്കറ്റ് ബുള്ളിഷിലേക്ക് പോകണമെന്ന് ആൾക്കാരിനെ മാനിപ്പുലേറ്റ് ചെയ്യും. ആൻഡ് ദെൻ മാർക്കറ്റിൽ അവരുടെ പെൻഡിങ് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ബിയറിഷ് ദിവസം നമുക്ക് സംഭവിക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് പവർ ഓഫ് ത്രീയിൽ ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഒരു ഡെയിലി ബിയറിഷ് ക്യാൻഡലിൻ്റെ ഒരു ഫോർമേഷനാണ്. ഓക്കെ, മാർക്കറ്റ് ഇനീഷ്യലി ഇവിടെ തുടങ്ങി. ആൻഡ് ദെൻ ഈ ഒരു വിക്കിലായിരിക്കും മാനിപ്പുലേഷൻ സംഭവിക്കുക. ഈ ഒരു വിക്ക് ഇവിടെ വരേണ്ട കാരണം എന്താ? മാർക്കറ്റ് ബിയറിഷ് ആയിട്ടുള്ള ദിവസമല്ലേ. അപ്പോൾ ബിയറിഷ് ആയിട്ടുള്ള ദിവസം എല്ലാ ദിവസവും മാർക്കറ്റ് തുടങ്ങിയ ഉടനെ തന്നെ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നൂടെ? എന്തുകൊണ്ടാണ് മാർക്കറ്റ് അങ്ങനെ വരാത്തത്? മാർക്കറ്റിൽ മാനിപ്പുലേഷൻ എപ്പോഴും മാർക്കറ്റിൽ സംഭവിക്കണം. ആ മാനിപ്പുലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ആ ഒരു മാനിപ്പുലേഷനിൽ കണ്ടുപിടിച്ചിട്ട് എവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യണത്, ആ കാര്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഒപ്പം എൻട്രി എടുത്തിട്ട് നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റും. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒപ്പം നമുക്ക് വരാൻ പറ്റും. ഓക്കെ, ഈ ഒരു കാര്യം നമുക്ക് സിമ്പിളായിട്ട് ഗ്രാഫിൽ നമുക്ക് കാണിച്ചു തരാമെന്നാണ്, റിയൽ ചാർട്ടിൽ നമ്മൾ കാണിച്ചു തരാൻ പോകണം. ഓക്കെ, നമ്മൾ എടുത്തിരിക്കുന്നത് ഗോൾഡാണ്. ഗോൾഡിൽ 1 ഡേ ടൈം ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. ഗോൾഡിലാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗോൾഡിൽ നമുക്ക് ഇനീഷ്യലി വേണ്ടത് ഡെയിലി ബയേഴ്സാണ്. ഡെയിലി ബയേഴ്സ് ഉണ്ടായാലല്ലേ നമുക്ക് ആ ഒരു ഡേത്തെ ക്യാൻഡിൽ എങ്ങോട്ടാണ് പോകുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രീവിയസ് ഡേയിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ തുടങ്ങിയിട്ടുണ്ടോ? ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൽ മാർക്കറ്റ് ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു ഞാൻ പറയാൻ കാരണം, ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കണം. നോക്കി, ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് ആ ഒരു ഹൈൻ്റെ ഡൗൺ സൈഡിലോട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മാർക്കറ്റിനെ ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് ഞാൻ അതിന് കണക്കാക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് മാർക്കറ്റിൻ്റെ ഡൗൺ സൈഡിലോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വേറെ അടുത്ത ലിക്വിഡിറ്റി ഉള്ളത് മാർക്കറ്റിൽ ഡൗൺ സൈഡിലോട്ടാണ്. ഓക്കെ, നമുക്ക് ഇനീഷ്യലി വേണ്ട പിന്നെ വേണ്ട നമുക്ക് ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 50 മിനിറ്റ് ആണ്. 50 മിനിറ്റിൽ നമ്മൾ ന്യൂ ഇയർ സെക്ഷനിലെ ട്രേഡ് എടുക്കാൻ പോകണം. ന്യൂ ഇയർ സെക്ഷനിൽ എൻട്രി എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയർ സെക്ഷനിലെ 7 PM, അതായത് ഫോറക്സിൽ തന്നെ ഒരു സ്പെസിഫിക് ടൈമാണ് 7 PM എന്ന് പറയുന്നത്. ഈ 7 PM നമ്മൾ ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് എടുക്കുക. ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് പ്രൈസ്. ന്യൂ ഇയർ സെക്ഷനിൽ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ഈ ഒരു 7 PM ആണ് നമ്മുടെ ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ എടുക്കാൻ പോണത്. ഈ ഒരു 7 PMൻ്റെ 50 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഓപ്പണിംഗ് പ്രൈസ് നമ്മൾ മാർക്ക് ചെയ്തിടണം. ആ ഒരു ഓപ്പണിംഗ് പ്രൈസ് ആയിരിക്കും നമ്മുടെ ആ ഒരു ദിവസത്തെ ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ എടുക്കുക. ന്യൂ ഇയർ സെക്ഷനിലെ ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ എടുക്കുക. ന്യൂ ഇയർ സെക്ഷനിലല്ല, ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് എടുക്കുക. ആ ഒരു ഓപ്പണിംഗ് പ്രൈസ് മാർക്കറ്റിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടു. എന്താ നമ്മൾ ബിയറിഷിക്കല്ലേ നമ്മുടെ എൻട്രി വേണ്ടത്. അപ്പോൾ നമ്മുടെ മാനിപ്പുലേഷൻ മാർക്കറ്റിൽ എങ്ങോട്ടാണ് പോകുക? മാർക്കറ്റ് ബുള്ളിഷിലോട്ട് പോണ പോലെ മാർക്കറ്റിൽ നമുക്ക് കാണിക്കും. ഇവിടെ നമുക്ക് അങ്ങനെ ബുള്ളിഷിലോട്ട് പോണ പോലെ കാണിച്ചിട്ടുണ്ടോ നോക്കിയേ. ഈ ഒരു റാലി സംഭവിച്ചിരിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ വിചാരിക്കും മാർക്കറ്റ് മേലേക്ക് പോകുകയാണെന്ന് വിചാരിക്കും. നമ്മളല്ല, മാർക്കറ്റിലെ റീറ്റെയിൽ ട്രേഡേഴ്സ് ഓർ
സം ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ റീറ്റെയിൽ ട്രേഡേഴ്സ് മാർക്കറ്റ് മേലെ പോകുമെന്ന് വിചാരിക്കും. മാർക്കറ്റ് മേലെ പോകുമെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ വ്യൂ എങ്ങോട്ടാണ് ഉള്ളത്? നമ്മുടെ വ്യൂ ബിയറിഷിലോട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടം വരെ മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടുള്ളത്. 50 മിനിറ്റിൽ ഇതൊരു ലിക്വിഡിറ്റി അല്ലേ. എന്തായാലും ഈ ഒരു FEGയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടില്ലേ നോക്കിയേ. മാർക്കറ്റ് ഈ ഒരു FEGയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഹൈ പ്രോബബിലിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കിയൂടെ. നമ്മളത് അവിടെ നമുക്ക് മാനിപ്പുലേഷൻ സംഭവിച്ചു. ആൻഡ് ദെൻ നമുക്ക് അവരെങ്ങനെയാണ് അവരുടെ ഓർഡേഴ്സ് അവർ എക്സിക്യൂട്ട് ചെയ്യണത് നമുക്ക് അറിയണം. അതിന് നമ്മുടെ എൻട്രി എടുക്കേണ്ടത് നമ്മൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നമുക്ക് എൻട്രി എടുക്കേണ്ടത് ആഫ്റ്റർ ദ ലിക്വിഡിറ്റി സ്വീപ്പ് നമ്മൾ എൻട്രി എടുക്കുന്നത് എങ്ങനെയായിരിക്കും? 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റിലൊരു MSS വേണം. നമ്മൾ ബിയറിഷിലോട്ട് എൻട്രി എടുക്കുന്ന സമയത്ത് ബിയറിഷ് MSS മാർക്കറ്റിൽ സംഭവിക്കണം. ബിയറിഷ് MSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അതിൻ്റെ ഒരു സ്വിംഗ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം. ആ ഒരു സ്വിംഗ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ നോക്കിയേ. ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ നോക്കിയേ. ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്. സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്. വിത്ത് ആൻ FEG ഉണ്ട്. ആൻഡ് മാർക്കറ്റിൽ ആ ഒരു ആസ് സൂൺ ആസ് ആ ഒരു FEG ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തു. അപ്പോൾ നമ്മളെ എൻട്രി പ്ലേസ് ചെയ്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അപ്പോൾ അവിടെ കൊണ്ടുവയ്ക്കും. സ്റ്റോപ്പ് ലോസ് ആ ഒരു സ്വിംഗ് ഹൈൻ്റെ മേലെ കൊണ്ടുവയ്ക്കും. നമ്മുടെ ടാർഗറ്റ് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും? ഈ ഒരു സ്വിംഗ് ലോയിൽ നമ്മുടെ ടാർഗറ്റ് കൊണ്ടുവയ്ക്കും. മാർക്കറ്റ് ക്ലീനാണ് നോക്കിയേ. ഇങ്ങനെ എൻട്രി എടുക്കുന്ന സമയത്ത്, ഇങ്ങനെ മാർക്കറ്റിൽ വ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് അവർ മാനിപ്പുലേഷൻ മാർക്കറ്റിൽ മാനിപ്പുലേഷൻ ആണെന്ന് മനസ്സിലാവും. മാർക്കറ്റ് ഒരു ഓപ്പോസിറ്റ് ഫേക്ക് മൂവിനെ ഈ ഒരു മൂവിൽ നമ്മൾ എൻട്രി എടുക്കാണ്ട് ഈ ഒരു മൂവിൽ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൈ ടാർഗറ്റ് നമുക്ക് ചിലപ്പോൾ അടിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ ഹൈയിൽ നമുക്ക് വേറെ ലിക്വിഡിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഹൈ ടാർഗറ്റ് അടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഹൈ ടാർഗറ്റ് അടിക്കണം എന്നില്ല. അപ്പോൾ മാർക്കറ്റ് നമുക്ക് വ്യൂ ഡൗൺ സൈഡിലോട്ടാണ് നമുക്ക് വ്യൂ എന്ന് മനസ്സിലായി. അപ്പോൾ ഈ മാർക്കറ്റ് ഇത് മാനിപ്പുലേഷനാണ് സംഭവിക്കണമെന്ന് നമുക്ക് മനസ്സിലാവണം. മാർക്കറ്റ് ഇങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ പോണ സമയത്ത് നമ്മളിത് ഓക്കെ ഇത് മാനിപ്പുലേഷനാണെന്ന് നമുക്ക് മനസ്സിലായി. എന്തായാലും മാർക്കറ്റ് നമ്മൾ 1 മിനിറ്റിലേക്ക് ആഫ്റ്റർ ദ ലിക്വിഡിറ്റി സ്വീപ്പ് നമ്മൾ 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മാനിപ്പുലേഷൻ കഴിഞ്ഞെന്ന് മനസ്സിലാവണത് ഒരു 1 മിനിറ്റിലെ ബിയറിഷ് MSSോടുകൂടി നമുക്ക് മനസ്സിലായി. വിത്ത് ആൻ FEG ഉണ്ട്. നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തു, സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു, ടാർഗറ്റ് പ്ലേസ് ചെയ്തു. നമ്മൾ മാർക്കറ്റിനെ വാച്ച് ചെയ്തു വെയിറ്റ് ചെയ്തിട്ട്. എൻ്റെ മാർക്കറ്റിൽ ഇതിന് ശേഷം മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. നമുക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ കഴിഞ്ഞു. മാർക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അവൻ്റെ ഓർഡേഴ്സ്. ഇവിടെ ഹൈ ആയിട്ട് അവൻ്റെ ഓർഡേഴ്സ് മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ? മാർക്കറ്റ് ഇവിടെ സ്ട്രോങ് ആയിട്ടൊരു മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ എല്ലാവരുടെയും ഇവിടെ നിന്ന് എടുത്ത ആൾക്കാരുടെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസസ് നോക്കിയേ. ഇവിടെ ഒരു സ്ട്രോങ് മാനിപ്പുലേഷൻ സംഭവിച്ചത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇവൻ്റെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസസ് ഈ ഒരു ലിക്വിഡിറ്റീസ് ഈ ഒരു സ്വിംഗ് ലോസിൻ്റെ അടിയിലായിരിക്കും. അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇവിടെ എല്ലാം ഓർഡേഴ്സ് ഉള്ളതുകൊണ്ടാണ് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ഡൗൺ സൈഡിലോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ICT പവർ ഓഫ് 3 എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ICT പവർ ഓഫ് 3 മാർക്കറ്റ് ഇനീഷ്യലി ഡൗൺ സൈഡിലോട്ട് വരുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇനീഷ്യലി പ്രൈസ് ഓപ്പണിംഗ് പ്രൈസിൻ്റെ അവിടെ മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്യും. ആൻഡ് ദെൻ അപ്പ് സൈഡിലോട്ട് മാനിപ്പുലേറ്റ് ചെയ്യും, ഡൗൺ സൈഡിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഓർഡേഴ്സ്. ഇത്രയേ ഉള്ളൂ പവർ ഓഫ് 3 എന്ന് പറയുന്നത്. ഓക്കെ, വീഡിയോയിൽ മനസ്സിലായി എന്ന് വിചാരിക്കണു. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.